നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ള പൈസ, നമുക്കുള്ള സ്വത്ത്, ഇത് നമ്മുടെ അധ്വാനത്തിന് മാത്രം ബലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന 2% മുതൽ 5% വരെ പൈസ നിങ്ങളുടെ കുടുംബങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കും. ചില കുടുംബങ്ങളിൽ എന്താണ്, അവർ എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം, എല്ലാ ദിവസവും ടൂറാണ്. അവർ കിട്ടുന്ന പൈസ 2% മുതൽ 5% വരെയല്ല, 20% മുതൽ 40% വരെ അവർ പോകും. അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കും. ഒരു 2% മുതൽ 5% നിർബന്ധമായും നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലൊരാഴ്ച സ്നേഹപൂർവ്വം നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും പരസ്പര വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും അനുദിനം വളർന്നു വരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാവരും നല്ല ആരോഗ്യത്തോടും നല്ല തീഷ്ണതയോടും കൂടി ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇനി വരുന്ന ഒരു 3 ആഴ്ചകളിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒരു സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമിലി കൗൺസിലിങ്ങിലും ആളുകളെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴൊക്കെ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുക അവരുടെ സാമ്പത്തികമായി ഭദ്രതയില്ലായ്മയാണ്. പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിത്തട്ടിൽ കിടക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ആദ്യമായി തന്നെ ഒരു സാമ്പത്തിക ഭദ്രത നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ അത് പരസ്പരം ആളുകൾ തമ്മിലുള്ള, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള, മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഇടർച്ച വരുവാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഒരു സാമ്പത്തിക ഭദ്രത നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക പ്ലാനിങ്ങും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വേണം. നമ്മുടെ കുടുംബങ്ങളിൽ നല്ലൊരു സാമ്പത്തിക പ്ലാൻ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ പതുക്കെ ബുദ്ധിമുട്ടിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കടന്നു പോകും. ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 1 കോടിയോളം രൂപ കടവുണ്ടായിരുന്നു. 1 കോടിയോളം രൂപ കടവുണ്ടായിരുന്നു. അദ്ദേഹം വന്നത് അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുമായിരുന്നു. ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരുന്നു. സംസാരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അവർക്കുണ്ടായ ഒരു സാമ്പത്തികമായ പ്രശ്നമായിരുന്നു. ഈ സാമ്പത്തിക പ്രശ്നം അവർ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുവാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹത്തിനൊരു ഒരു കോൺട്രാക്ടറായിരുന്നു, അതെടുത്ത് ചെയ്യുന്ന ജോലി ഉണ്ടായിരുന്നു. ഏകദേശം അതൊരു 3-4 കൊല്ലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു. അതിലൂടെ നല്ലൊരു വരുമാനം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. ഈ വരുമാനമായി കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എങ്കിലും എന്ത് ചെയ്യണം, വേറൊരു സ്ഥലത്ത് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കിയ കുറേ ആളുകൾ എന്ത് ചെയ്യും, ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹബന്ധങ്ങൾ തുടങ്ങി അദ്ദേഹത്തെ എന്ത് ചെയ്തു, വേറൊരു സ്ഥലത്ത് കൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പൈസയെ കൂടുതൽ പൈസ എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് തികയാഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ച് പേരോട് കടം പലിശയ്ക്ക് മേടിച്ച് കൊടുത്തു. അതിൽ നിന്ന് പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു, അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് പണി ആരംഭിച്ചു. ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ആ വീട്ടിലേക്ക് കുറച്ച് പൈസ പ്രതീക്ഷിച്ച് അതിലേക്ക് ഇറക്കാൻ വേണ്ടി തുടങ്ങി. മാസങ്ങൾ കുറച്ച് കടന്നുപോയി. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഈ ഇപ്പോൾ ഉള്ള വണ്ടിയൊന്നും നിനക്ക് യോജിച്ചല്ല, കുറച്ചും കൂടി സ്റ്റാൻഡേർഡുള്ള ഒരു വണ്ടിയൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡുള്ള വണ്ടി എടുത്തു. ഇതെല്ലാം മേടിച്ചേക്കിരിക്കുന്നത് അദ്ദേഹം സ്വപ്നം കണ്ട ഒരു വരുമാനത്തെ പ്രതീക്ഷിച്ചാണ്. പിന്നെ എന്ത് ചെയ്തു, കുറേ പൈസ അദ്ദേഹം എന്ത് ചെയ്തു,
കടം മേടിച്ചു, പലിശയ്ക്ക് മേടിച്ചു, EMI എടുത്തു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ എന്ത് ചെയ്തു? പണ്ട് ബിസിനസ്സിനുണ്ടായിരുന്ന ശ്രദ്ധ പതുക്കെ അതിൽ നിന്ന് മാറി വേറെ ബിസിനസ്സിലേക്കാകാൻ വേണ്ടി തുടങ്ങി. വണ്ടിയിലേക്കും വീട് പണിയിലേക്കൊക്കെ ശ്രദ്ധ മാറിയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു പൈസ ആ കുടുംബത്തിലേക്ക് വരാതായി. പതുക്കെ എന്ത് ചെയ്തു? ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഒന്നിന് പിറകെ ഒന്നായി വന്നു. അദ്ദേഹം പുതിയതായി തുടങ്ങിയ ബിസിനസ്സിന് ഒന്നും കിട്ടാതെ വന്നു. ആ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാതെയായി. ആ ബിസിനസ്സിന് വേണ്ടി ഇറക്കിയ പൈസ പോയി. അതിനുവേണ്ടി മേടിച്ച പണത്തിന് മേലെ പലിശയായി, കൂട്ടുപലിശയായി. അതൊരു സൈഡിൽ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പുറ സൈഡിൽ മോടി പിടിപ്പിക്കുവാൻ വേണ്ടി പണിത ഭവനം റൂമുകളായി. പക്ഷെ ആ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. മൂന്നാമതായിട്ടുള്ള ആ വണ്ടി സന്തോഷപൂർവ്വം യാത്ര ചെയ്യാനാണല്ലോ നമ്മൾ വാഹനങ്ങളൊക്കെ മേടിക്കുന്നത്. ഒരു സന്തോഷവും ഇല്ലാത്ത രീതിയിൽ വാഹനം ചെയ്യുന്ന രീതിയായി. അങ്ങനെ കുടുംബത്തിൻ്റെ വേരുകൾ പതുക്കെ തകരാൻ തുടങ്ങി. ആളുകൾ തമ്മിൽ മിണ്ടാതെയായി, പരസ്പരം കുറ്റം ആരോപിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുടുംബം തകർന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടോ പരസ്പര സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ കുടുംബത്തിൽ ഒരു സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പണം കൈകാര്യം ചെയ്ത രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവർ, നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു സാമ്പത്തിക ഭദ്രത നമുക്ക് ആവശ്യമുണ്ട്. നമ്മളൊരു കുടുംബം ഒരു ആവറേജ് കുടുംബമാണെന്ന് വിചാരിച്ചോ, നമ്മുടെ കുടുംബത്തിൽ ഒരു സാമ്പത്തികമായ നയം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, ക്രൈസ്തവ കുടുംബങ്ങളിൽ ഒരു സാമ്പത്തികമായ ഒരു നയം ഇല്ല. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞോടുകൂടി ആളുകൾ ചിന്ത മാറി. അവിടെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛാ എന്തായാലും മരിക്കും, അപ്പോൾ അങ്ങ് സന്തോഷപൂർവ്വം അടിച്ചു പൊളിച്ച് മരിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്ലാനിങ് ഇല്ലാതാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേണം. നിങ്ങൾക്ക് ഒരു 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കട്ടെ. 100 രൂപ നിങ്ങളുടെ കരങ്ങളിലുണ്ടെങ്കിൽ അതിലൊരു 20%, ഒരു 20 രൂപയെങ്കിലും നിങ്ങളൊരു എമർജൻസി ഫണ്ടിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. നിർബന്ധമായും നമ്മുടെ കുടുംബങ്ങളിൽ ഒരു 100 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ ജീവിതമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു 6 മാസത്തെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒരു എമർജൻസി ഫണ്ട് പോലെ നിങ്ങൾ സ്വരൂപിച്ച് വെക്കണം. തൊടാതെ നിങ്ങൾ വെക്കണം. അത് നിങ്ങൾ കൈയെത്തുന്ന രീതിയിൽ നിങ്ങൾ വെക്കരുത്, മറിച്ച് നിങ്ങൾ മാറ്റി വെക്കണം. ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. പ്രത്യേകമായി ചെക്ക് വഴി കൊടുത്താലേ ബാങ്കിൽ പോയാൽ ആ പൈസ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ ഒരു 20% നിങ്ങൾ ഒരു ബിസിനസ്സിലേക്കോ ഒരു ഗോൾഡായിട്ടോ സ്ഥലമായിട്ടോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ ഒരു 20%, വീണ്ടും ഒരു 20 രൂപ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കുടുംബങ്ങളിൽ ചിലപ്പോൾ സ്വർണ്ണമായിട്ട് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലം മേടിച്ച് അതിൻ്റെ അകത്ത് സ്ഥലത്തിന് വേണ്ടി മേടിക്കാൻ വേണ്ടി ചിലവാക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പറ്റും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പോലെ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ രണ്ടാമത്തെ രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇനി കിട്ടുന്ന പൈസയുടെ 2% മുതൽ 5% വരെ നിങ്ങൾക്ക് കുടുംബമായി സന്തോഷിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. ചില കുടുംബങ്ങളിൽ ആളുകൾ പൈസ ഉണ്ടാക്കുന്നു, അത് സ്വരൂപിച്ച് വെക്കുന്നു. ആ കുടുംബങ്ങളിൽ ഒരു ഉല്ലാസത്തിനുള്ള ഒരു പൈസ അവർ ചെലവഴിക്കില്ല. 2% മുതൽ 5% വരെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത്, നല്ലൊരു സിനിമയ്ക്ക് പോകുന്നു, നല്ലൊരു ടൂർ പോകുന്നതും ചെലവഴിക്കുക. ചില കുടുംബങ്ങൾ എന്ത് ചെയ്യും? ഈ കാര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും. നിങ്ങൾക്ക് കിട്ടുന്ന 2% മുതൽ 5% വരെ പൈസ നിങ്ങളുടെ കുടുംബങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ചില കുടുംബങ്ങളിൽ എന്താണ്? അവർ എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിക്കും, എല്ലാ ദിവസവും ടൂറാണ്. അവർക്ക് കിട്ടുന്ന പൈസ 2% മുതൽ 5% വരെയല്ല, 20% മുതൽ 40% വരെ അവർ പോകുന്നു. അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കും. ഒരു 2% മുതൽ 5% നിർബന്ധമായും നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ബാക്കിയുള്ള പണം നമ്മുടെ കുടുംബങ്ങളുടെ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം.
ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുതിയൊരു കാറ് മേടിച്ചു. ആ കാറിന് EMI എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പൈസയുടെ 10% മുതൽ അല്ലെങ്കിൽ 15% വരെ പാടുള്ളൂ. അതെന്ത് ചെയ്യാണ്, 30% വരെയായി. നിങ്ങളൊരു ഹൗസ് ലോൺ എടുക്കുവാണോ, അല്ലെങ്കിൽ നിങ്ങൾ കാറിനൊരു EMI എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 20,000 ശമ്പളം ഉണ്ടെങ്കിൽ അതൊരു 5,000-ൻ്റെ ഒരു 6,000-ൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിൽക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ആ EMIയുടെ ഭാരം നിങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒരു സാമ്പത്തികമായ ഭദ്രത നമ്മുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പത്തികമായ നയം നമ്മുടെ കുടുംബങ്ങളിൽ ആവശ്യമുണ്ട്. നമുക്ക് സാമ്പത്തികമായ ഒരു നയം ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ള പൈസ, നമുക്കുള്ള സ്വത്ത്, ഇത് നമ്മുടെ അധ്വാനത്തിൻ്റെ മാത്രം ബലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദാനമായ ഈ പൈസയെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങണം. പൈസയെ ആരാധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പൈസയെ നമ്മൾ ബഹുമാനിക്കണം. എൻ്റെ കയ്യിലുള്ള ഒരു പണം അത് ദൈവം എനിക്ക് വരദാനം തന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ നമ്മൾ മുഴുവൻ കാണുന്ന ഒരു കാര്യമാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ പറയണം. ഈ സമ്പത്തിൻ്റെ മേലെ നമ്മൾ എന്താണ്, എൻ്റെ അധ്വാനം കൊണ്ടാണ്, എൻ്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ ഇത്ര സമ്പന്നത, എൻ്റെ മാത്രം കഴിവ് കൊണ്ടാണെന്ന് നമ്മൾ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ പതുക്കെ ആ പണം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകാൻ വേണ്ടി. ഒന്നാമതായിട്ട് നമ്മുടെ കയ്യിലുള്ള പണത്തെ ബഹുമാനിക്കണം. ആ പണം വെച്ച് മറ്റുള്ളവരെ കണ്ണീര് നമ്മൾ കുടിപ്പിക്കരുത്. ഒരു ഹോട്ടലിൽ കണ്ട ഒരു കാര്യമാണ്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു, ഭക്ഷണം കഴിച്ചു. അത് സെർവ് ചെയ്യുന്ന മനുഷ്യന് ചെറിയൊരു തെറ്റ് പറ്റി. ഉടൻ തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ആ ഭക്ഷണമൊക്കെ തട്ടി നിരത്തി അവൻ്റെ മേലെ പൈസ എറിഞ്ഞിട്ട് പോയി. അവനെ വേണമെങ്കിൽ നിൻ്റെ പൈസ വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് പൈസ അവന് മുമ്പിലേക്ക് എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. സ്നേഹം നിറഞ്ഞവർ, നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ കൊണ്ട്, ഒരു പണം കൊണ്ട് ഒരാളെ കണ്ണുനീര് നമ്മൾ വീഴ്ത്തരുത്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചെറിയൊരു വീഡിയോ എങ്ങനെയായിരുന്നു, ഒരാൾ ഒരു ഹോട്ടലിലേക്ക് കയറി വരികയാണ്. അവിടെ ഒരു വെയിറ്റ് ചെയ്യുന്ന ഗേറ്റ് കീപ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തള്ളി മറിച്ചിട്ടുകൊണ്ട് ഇദ്ദേഹം നടന്നു പോവുകയാണ്. നമ്മുടെ പൈസയുടെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആ പണം പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞു വെക്കുകയാണ്, നമ്മൾ പണത്തിൻ്റെ വെറും കാര്യസ്ഥര് മാത്രം, ദൈവം നമുക്ക് വരദാനമായി തന്ന നമ്മുടെ പണത്തെ നമ്മൾ ബഹുമാനിക്കുകയും നമ്മളത് കൈകാര്യം ചെയ്യുകയും ചെയ്യണം. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ഈശോയ്ക്ക് 12 ശിഷ്യന്മാരിലുണ്ടായിരുന്ന ഒരുവനിലെ ഈശോ എന്ത് ചെയ്തു, ഒരു പൈസ സംരക്ഷിക്കുവാൻ കാര്യസ്ഥതയ്ക്ക് വേണ്ടി ഒരുത്തനെ ഏൽപ്പിച്ചു, യൂദാസിനെ ഏൽപ്പിച്ചു. പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി യൂദാസിനെ ഈശോ ഏൽപ്പിച്ചു. ഈശോ പറഞ്ഞ വേറൊരു ഉപമ ഇന്ന് താലന്തുകളുടെ ഉപമയാണ്. 5 നാണയം കിട്ടിയവനും 2 നാണയം കിട്ടിയവനും 1 നാണയം കിട്ടിയവനും ഉണ്ടായിരുന്നു. ഈ താലന്ത് അവർ വർദ്ധിപ്പിച്ചു. നമ്മളെ കയ്യിലുള്ള പൈസയെ സംരക്ഷിക്കുകയും അത് നമ്മൾ വർദ്ധിപ്പിക്കുകയും നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുക, നമ്മളിലുള്ള പണം വെച്ച് നമ്മൾ മറ്റുള്ളവരെ ചെറുതാക്കി പബ്ലിക്കായിട്ട് പറയാതിരിക്കുക. നമ്മുടെ കയ്യിലുള്ള പണം വെച്ച് മറ്റുള്ളവരെ ചെറുതായി നമ്മൾ കാണാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കും. ഈശോ എന്ത് ചെയ്തു, ദേവാലയത്തിൽ ചെറിയൊരു നാണയത്തുട്ട ഒരാളെ പോലും സ്നേഹത്തോടെ കണ്ടു. നമ്മൾ മുമ്പിൽ വരുന്ന ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നത്, അല്ല അവരുമായിട്ട് നമ്മൾ സൗഹൃദങ്ങൾ കൂടുന്നത്, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് പണത്തിൻ്റെ മേലെയായിരിക്കരുത്. ഈശോ എന്ത് ചെയ്തു, ഒരു വിധവ 2 ചെമ്പു നാണയം ഇടുന്ന കണ്ടിട്ട് അവളുടെ പണത്തിൻ്റെ മേലെയല്ല ഈശോ അവളെ പ്രശംസിച്ചത്, മറിച്ച് എന്ത് ചെയ്തു, അവളുടെ ആത്മാർത്ഥതയുടെ പേരിൽ. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ പണത്തിൻ്റെ പേരിൽ ആരെയും ബഹുമാനിക്കരുത്. പണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൗഹൃദങ്ങൾ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ.